എക്സ്പീരിയൻസ് നല്ല എക്സ്പീരിയൻസ്. എന്താണ് കുറച്ച് ഭാഗത്ത് കുറെ ബ്ലറൊക്കെ ഉണ്ടായിരുന്നു, അല്ലാതെ പാട്ടെല്ലാം അടിപൊളി. എൻജോയ് ചെയ്യാൻ നല്ലൊരു തിയേറ്ററിൽ വൈബായിരുന്നു. അതെ, നമുക്ക് പണ്ട് കാണാൻ പറ്റാത്തത് ഇപ്പൊ ഒന്ന് ആസ്വദിക്കാൻ പറ്റും. അഡീഷണൽ എഫക്ട്സ് ഒക്കെ എന്തെങ്കിലും ഉണ്ടോ? സൗണ്ട് 4K ആണ്, സൗണ്ട് ക്വാളിറ്റിയും കൊള്ളാം, പക്ഷെ ഇടയ്ക്ക് കുറച്ച് ബ്ലർ. പിന്നെ ഫുള്ളില്ല പടം, ഇടയ്ക്ക് അവരെ എഡിറ്റ് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. കണ്ടപ്പോഴത്തേക്ക് വീണ്ടും മോഹൻലാലിന്റെ പടം ഒരു ആഘോഷമാണ്. എങ്ങനെയാണ് തിയേറ്റർ എക്സ്പീരിയൻസ്? ഡാൻസ് കളിക്കാനായിരുന്നു ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ച് വന്ന് ഫ്രണ്ട് സീറ്റ് ബുക്ക് ചെയ്ത് വന്നത്. അടിപൊളി, ഫുൾ കാരണം നമുക്ക് അറിയാമല്ലോ മോഹൻലാൽ എത്ര കിടിലം ആക്ടർ ആണെന്നും അങ്ങനെയെല്ലാം. അടിപൊളി വിഷയം, വളരെ ഹാപ്പി. അതുകൊണ്ട് ഞാനിന്ന് ലീവ് എടുത്തിട്ട് വന്ന് കാണുന്നു ഓഫീസിൽ. ഇപ്പം ന്യൂ ജൻ പിള്ളേരെ കൂടെ ഇരുന്ന് കണ്ടപ്പോഴത്തേക്ക് എന്ത് തോന്നുന്നു? എന്താ പറയാൻ, എന്റെ മോനാണ് എന്നെ ഇതായിട്ട് കൊണ്ടുപോകുന്നത്. കണ്ടത് തന്നെ മോഹൻലാലല്ലേ, നമുക്ക് എത്ര ഉണ്ടായാലും ലാലേട്ടനെ കണ്ടതല്ലേ? അതെ. ലാലേട്ടന തടിയും. അതെ അതെ, ഇപ്പോഴുള്ള ഇതല്ലെങ്കിലും ആ പഴയ രൂപം വീണ്ടും കണ്ടില്ലേ, സൂപ്പറായിട്ടുണ്ട്. വൈബ് ഭയങ്കര വൈബായിരുന്നു. നമ്മളെല്ലാവരും കുറെ നാൾക്ക് ശേഷം ചോട്ടമുമ്പ് ഇറങ്ങിയതിന് ശേഷം തിയേറ്റർ ഫുൾ പൂരപ്പറമ്പാക്കി അടിച്ചു പൊളിച്ചു. ഇതുവരെ കണ്ട റീ റിലീസിൽ ഏറ്റവും ബെസ്റ്റ് എന്ന് തന്നെ തോന്നിയോ? അല്ല, ആണോ? എനിക്ക് ബെസ്റ്റ് എന്നാണ് തോന്നിയത്. കാര്യം എനിക്ക് പിന്നെ പേഴ്സണലി ഒരു ഒപ്പിരുന്നത് സുരേഷ് പീറ്റർ സാറിന് ഇപ്പം ഇൻഡസ്ട്രി കാണാത്തൊരു വിഷമമുണ്ട്. കാര്യം സാറിന്റെ പാട്ടുകൾ എന്തായാലും നല്ല നല്ല പാട്ട്, ഇപ്പോൾ രാവണപ്രഭു ആയാലും ബാക്കി ഒരുപാട് ഫിലിംസ് സാർ ഇപ്പം ഇൻഡസ്ട്രി ഔട്ടാണ്. സാറിനെ തന്നെ ആർക്കും അറിഞ്ഞുപോലും കൂടെ സത്യം പറഞ്ഞു. സാറിന്റെ കുറേ സോങ്സ് നമ്മൾ റീൽസ് കാണുമ്പോൾ പോലും ആർക്കും അറിഞ്ഞുകൂടാ. ആ ഒരു വിഷമമേ ഉള്ളൂ. ബാക്കിയെല്ലാം ഇവൻ ഡയലോഗ്സ് ആയാലും എവറിത്തിങ്. ഇപ്പം ഇങ്ങനൊരു സിനിമ മീൻസ് റീമേക്ക് ചെയ്യാൻ പറ്റുമെന്ന് പോലും എനിക്ക് ഒരു തോട്ട് പ്രോസസ് പോകുന്നില്ല. അടിപൊളിയായിരുന്നു. തിയേറ്റർ ബാക്കിയുണ്ടോ അവിടെ? എന്തോ തിയേറ്റർ ബാക്കി സത്യം പറഞ്ഞാൽ ഇല്ല, അങ്ങനെ പൂരപ്പുറമാക്കിയിട്ടുണ്ട്. തിയേറ്റർ എക്സ്പീരിയൻസ് നന്നായിട്ടുണ്ടായിരുന്നു. കുഞ്ഞിനെ TV കണ്ടതല്ലേ, അതിപ്പോ വലിയ സ്ക്രീൻ കണ്ടപ്പോഴത്തേക്കും ആ പ്രയാണം കിടന്ന ബസ് ഇതൊക്കെ രോമാഞ്ച സീനായിരുന്നു. TV മാത്രമേ കണ്ടിട്ടുള്ളൂ. അപ്പോൾ ഫസ്റ്റ് ടൈം ഇങ്ങനെ റിലീസ് കണ്ടപ്പോഴത്തേക്കും റിയലി ഗുഡ്. 24 വർഷത്തിന് 24 വർഷത്തിന് ശേഷം അടിപൊളിയാട്ടോ. എല്ലാം എക്സ്പീരിയൻസ് എങ്ങനെയുണ്ട്? ഫുൾ ഓൺ. ഇപ്പൊ ഫസ്റ്റ് ഡേ ആണല്ലോ, അപ്പൊ ആ ജോഷ് മൊത്തത്തിലുണ്ട്. അപ്പൊ കണ്ടിട്ടില്ലെങ്കിൽ കാണാൻ പറയാം. എങ്ങനെയുള്ള എക്സ്പീരിയൻസ്? നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. ഡാൻസുകളൊക്കെ എല്ലാം നല്ല ഫുൾ വൈബ് ഓണായിരുന്നു. എങ്ങനെയുണ്ട്? TV കണ്ടിട്ടൊക്കെ തിയേറ്ററിലോട്ട് കണ്ടപ്പോൾ നല്ല, ഞാൻ ലാലത്തെ ഏത് പടം റീ റിലീസ് വരുമ്പോഴും വന്ന് കാണാറുണ്ട്. 22 വർഷത്തിന് ശേഷമാണ്. അതാണ്. അപ്പം എന്നാലും നല്ല റീമാസ്റ്ററിംഗ് ഒക്കെ നല്ല ക്വാളിറ്റി ആയിട്ടുണ്ട്. പിന്നെ കട്ട് സീൻസോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിരുന്നു? കട്ട് സീൻസ് ഉള്ളതായിട്ട് തോന്നുന്നു. കട്ട് സീൻസ് അധികം ഇല്ല. എങ്ങനെയുണ്ടായിരുന്നു തിയേറ്റർ എക്സ്പീരിയൻസ് ആണ്. നന്നായിട്ട് ഡാൻസ് കളിച്ച് അടിപൊളി. ഇപ്പൊ എനിക്കത് നല്ല ആഘോഷിക്കാൻ തിയേറ്റർ സൂപ്പർ അടിപൊളി. എങ്ങനെയുണ്ട് തിയേറ്റർ എക്സ്പീരിയൻസ്? എങ്ങനെയുണ്ടായിരുന്നു? അടിപൊളി. ചോട്ടാകുമ്പോ വേറൊരു എല്ലാരും നല്ല അടിപൊളി എൻജോയ്മെന്റ് ആയിരുന്നു. അടിപൊളി നല്ല പടം. ഇതിപ്പോ ഇറങ്ങിയാലും അഡീഷണൽ എന്തെങ്കിലും എഫക്ട്സ് ഒക്കെ ലാസ്റ്റ് ഒരു TV കാണുന്ന സമയത്ത് ലാസ്റ്റ് ഒരു ഡാൻസ് ഇല്ലല്ലോ, പടം തീരുമല്ലേ, അത് ലാസ്റ്റ് ഡാൻസ് ഉണ്ട്, ലാലേട്ടൻ്റെ ഡാൻസ് ഉണ്ട്. അത് നൈസായിട്ട് വേണ്ടി അങ്ങനെ സിനിമയിലുള്ള പരിപാടി തന്നെ, പക്ഷേ TV കാണുമ്പോൾ പരിപാടി ഇല്ല. സിനിമ കാണുമ്പോൾ നല്ല രസമായിട്ടുണ്ട്. കൊള്ളാം, അടിപൊളി. എങ്ങനെയുണ്ട് 4K അടിപൊളി. പക്ഷേ സെക്കൻഡ് ഹാഫിൽ 2-3 സീൻ കട്ടായിട്ടുണ്ട്. കട്ട് ചെയ്ത് ഡ്യൂറേഷൻ എന്തെങ്കിലും കാര്യങ്ങളാണെങ്കിൽ പ്രിന്റ് എന്തെങ്കിലും ഇഷ്യൂ ആയിരിക്കും, പക്ഷെ പടം ഒരു രക്ഷയില്ല. ഇപ്പൊ ഇറങ്ങിയാലും ഷുവർ ഷോട്ട് ആയിട്ട്. തിയേറ്ററിൽ ആ സമയത്ത് കാണാൻ പറ്റിയിട്ടില്ല. അപ്പൊ അതൊന്ന് എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നല്ല അടിപൊളിയാണ് തിയേറ്റർ എക്സ്പീരിയൻസ്. അടിപൊളി. എങ്ങനെയുണ്ടായിരുന്നു? അടിപൊളി.